ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് നമ്മൾ 1993 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട PYQs ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The abolition of the IAS and the IPS has been recommended by the. ഇതിനകത്ത് ഏത് കമ്മീഷനാണ് IASന്റെയും IPSന്റെയും അബോളിഷൻ റെക്കമെൻഡ് ചെയ്തത്? ഉത്തരം വരുന്ന രാജാമന്നർ കമ്മീഷനാണ്. അത് അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. Among the four pairs given below, which one consists of a correct combination of dignitaries who became vice presidents after having held diplomatic posts like ambassadors and high commissioners? എന്ന് പറഞ്ഞാൽ എന്താണ്? അംബാസഡേഴ്സും അതുപോലെ തന്നെ ഹൈ കമ്മീഷണർമാർ അങ്ങനെയുള്ള നയതന്ത്ര പദവികൾ വഹിച്ച ശേഷം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയവര് ഇതിനകത്ത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അംബാസഡേഴ്സ്, ഓരോ രാജ്യത്തിന് അംബാസഡേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഹൈ കമ്മീഷണേഴ്സ്, അങ്ങനത്തെ പൊസിഷനിലൊക്കെ ഇരുന്നതിന് ശേഷം അവർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയി. അത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണനും അതുപോലെ തന്നെ GS പതക്കും. ഇപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം സോവിയറ്റ് യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു. എങ്ങോട്ടാണ്? സോവിയറ്റ് യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. GS പതക് അദ്ദേഹം ഇന്ത്യയുടെ ഫോർത്ത് വൈസ് പ്രസിഡന്റും ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം നമ്മുടെ വൈസ് പ്രസിഡൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാ PSC. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത്: The chief minister of a state in India is not eligible to vote in the presidential election if. അതായത് നമ്മൾ പഠിച്ചു, നമ്മുടെ ഇന്ത്യയില് പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നതിന് നമുക്കൊരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. അതിനകത്ത് ആരൊക്കെയാണുള്ളത്? നമ്മുടെ പാർലമെന്റിലെ 2 ഹൗസസും ലോക്സഭയിലും രാജ്യസഭയിലും എലക്ടഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുത്ത മെമ്പേഴ്സ്, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുത്ത members, the elected members of the state legislative assemblies, including ആരൊക്കെയാണ്? ഡൽഹിയിലെയും വരുന്നുണ്ട്, പോണ്ടിച്ചേരിയിലെയും വരുന്നുണ്ട്. ആ 2 സ്റ്റേറ്റ് അസംബ്ലീസിലെയും കൂടെ ആൾക്കാരെ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ടീഷൻ എന്താണ്? എലക്ടഡ് മെമ്പേഴ്സ് ആയിരിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആയിരിക്കണം. പക്ഷേ ഈ ചീഫ് മിനിസ്റ്ററും നമുക്കറിയാം എന്താണ് അതിനകത്ത് വരുന്നതാണ്. പക്ഷെ ഒരു കേസിൽ മാത്രം ചീഫ് മിനിസ്റ്റർക്ക് എന്താണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇഫ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദ അപ്പർ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, സംസ്ഥാന നിയമസഭകളുടെ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് ഏതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ആണ്. എല്ലാ സ്റ്റേറ്റ്സിനും ഇല്ല, നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ 6 സ്റ്റേറ്റ്സിനാണെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് കൗൺസിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഉള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ആണെങ്കിൽ എന്ത് പറ്റത്തില്ല? അങ്ങനെയാണ് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയതെങ്കിൽ അദ്ദേഹത്തിന് പറ്റത്തില്ല പ്രസിഡൻഷ്യൽ ഇതിനകത്ത് വോട്ട് ചെയ്യാൻ. എല്ലാ സ്റ്റേറ്റ്സിനും ഇല്ല കൗൺസിൽസ് അല്ലെ. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ്. അത് എല്ലാ സ്റ്റേറ്റ്സിനും ഇല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുറച്ച് സ്റ്റേറ്റ്സിനുള്ളൂ. അപ്പൊ അതിനകത്തൊരു മെമ്പർ ആണെങ്കിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആട്ടോ. നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. He is a member of the upper house of the state legislature. This is the case when a person has not directly fought the state elections but has been appointed as the chief minister. അതായത് നമ്മൾ ഇന്നലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് 1/6 ടോട്ടൽ ഉള്ള നമ്പറിന്റെ എത്രയാണ്? 1/6 എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത്? നോമിനേറ്റ് ചെയ്യുമായിരുന്നു. ഗവർണർ നല്ല രീതിയിലുള്ള നോളജ് ഒക്കെയുള്ള ആർട്ടേഴ്സ് അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ സയൻസ് ലിറ്ററേച്ചറിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യായിരുന്നു എന്ന് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെയുള്ള 1/12 എങ്ങനെയാണ് അവര് നോമിനേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് കൂടുതലും എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്താണ് ആൾക്കാർ എടുക്കുന്നത്. സ്റ്റേറ്റ് അസംബ്ലിയിലാണ് അവരവരുടെ സംസ്ഥാനത്തിൽ ഒരു ഇലക്ഷൻ ഒക്കെ പങ്കെടുത്ത് അവർ ജയിച്ച് എലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്.
This is a case when a person has not directly fought the state elections, but has been appointed as the chief minister to fulfill the condition of being a member of winning party. അതായത് വിജയിച്ച ഒരു പാർട്ടിയിലെ ആയിരിക്കണമല്ലോ അവിടെ അതിന്റെ ചീഫ് മിനിസ്റ്റർ ആവേണ്ട. അപ്പൊ ആ ഒരു കണ്ടീഷന്റെ ബേസിലാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചീഫ് മിനിസ്റ്റേഴ്സ് ആക്കും. പക്ഷെ അവർക്കുള്ള പ്രത്യേകത എന്താ, അവരെ എലക്ട് ചെയ്തതാണോ, അവര് ഇലക്ഷൻസിൽ പങ്കെടുത്ത് തിരഞ്ഞെടുത്താണോ അവര് മെമ്പർ ആയത്? അല്ല, അവര് നോമിനേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പൊ അവർക്ക് പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് എന്താണ് പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. കാരണം ഹി ഓർ ഷീ ഈസ് അപ്പോയിന്റഡ് ത്രൂ ഇൻഡയറക്റ്റ് റൂട്ട് ഓഫ് അപ്പർ ഹൗസ്. അതായത് ഡയറക്ട്ലി ജനങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അവരെ ഇൻഡയറക്ട്ലി ആയിട്ട് പ്രതിനിധികൾ തന്നെ, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തവരെ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും, ഇൻഡയറക്ട്ലി സെലക്ട് ചെയ്യുന്നവരെ ആയിരിക്കും. എന്തായാലും അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇതാണ്, അവിടെ ഡയറക്ട്ലി അല്ല അവര് മെമ്പേഴ്സ് ആകുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യസഭയും അങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് ഇലക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, അല്ല ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഡയറക്റ്റ് ഇലക്ഷനിലൂടെ അല്ല അവിടെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തത്, ഇൻഡയറക്റ്റ് ഇലക്ഷനും വരും, അതുപോലെ തന്നെ നോമിനേറ്റഡ് ഇലക്ഷനും വരും. അപ്പൊ ജനങ്ങളായിട്ട് ഡയറക്റ്റ് ഒരു ഇലക്ഷന് പങ്കെടുത്ത ഒരു പ്രതിനിധി ആയിട്ടല്ല കൗൺസിലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എലക്റ്റഡ് മെമ്പേഴ്സ് വേണം. രാജ്യസഭയിലെയും ലോക്സഭയിലെയും എന്താണ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെയും എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക, അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സ്വരൺ സിംഗ് കമ്മിറ്റി കൺസിഡർ ഇതിനകത്ത് സ്വരൺ സിംഗ് കമ്മിറ്റിക്കകത്ത് ഏതാ വരുന്നത്? നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ, ദ പ്രൊസീഡൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ പ്രൈമസി വരുന്നുണ്ട്. അത് ഇതിന്റെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. അങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, നമ്മുടെ PSCയും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസിനകത്ത് ദ പ്രൊസീഡൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഡിഗ്രി മെയിൻസിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഷുവർ ആയിട്ടും നോട്ട് ചെയ്യുക. Which one of the following is a feature common to both the Indian Federation and American Federation? ഇന്ത്യനും അതുപോലെ തന്നെ അമേരിക്കൻ ഫെഡറേഷനും കോമൺ ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമുക്കൊരു ഫെഡറൽ കോർട്ട് ഉണ്ട് ടു ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ നമുക്ക് ഇവിടെ എന്തുണ്ട്, നമുക്കൊരു ഫെഡറൽ സുപ്രീം കോർട്ട് ഉണ്ട്. അങ്ങനെ തന്നെയാണ് അമേരിക്കൻ ഫെഡറേഷനിലേക്ക് പോകുമ്പോൾ. സിംഗിൾ സിറ്റിസൺഷിപ്പ് അമേരിക്കൻ ഫെഡറേഷൻ അമേരിക്കൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണോ? അല്ല, അവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ്. ലിസ്റ്റ് വരുന്നത് അമേരിക്കൻ രീതിയിൽ നല്ല നമ്മൾ കടം കൊണ്ടത്, ഡ്യുവൽ ജുഡീഷ്യറിയുടെ കാര്യവും അവിടെ വരുന്നില്ല. ഓക്കെ, which one of the following is in the concurrent list in the Constitution of India? ഇതിനകത്ത് വരുന്നത് ഓപ്ഷൻ എ ആണ്. പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി പ്ലാനിങ് വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി പ്ലാനിങ് വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഒക്കെ നമുക്ക് നോക്കാം. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എവിടെയാണ് പറയുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓഫ് ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്യാപിറ്റേഷൻ ടാക്സസ് ഓൺ അതർ സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത്. ട്രഷർ ട്രോവ് എന്ന് പറഞ്ഞാൽ എന്താ? നിധിശേഖരണങ്ങൾ അതും വരുന്നത് ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഒന്ന് ഓർത്തിരിക്കട്ടോ, കാരണം സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഒക്കെ PSC ചോദിക്കുന്നതാണ്. കുറച്ച് ഡെപ്തിൽ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ട്രഷർ ട്രോവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത്. ക്യാപിറ്റേഷൻ ടാക്സസും സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനും സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത്. മറ്റേ പോപ്പുലേഷൻ കൺട്രോളും ഫാമിലി പ്ലാനിങ് വരുന്നത് എവിടെയാണ്? അത് കൺകറന്റ് ലിസ്റ്റിനകത്താണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, which one of the following comes under the jurisdiction of both the High Court and Supreme Court? സുപ്രീം കോടതിക്കും അവിടെ എന്താണ് അധികാരപരിധി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോർട്ടിനും അവരുടെ അധികാരപരിധി ജൂറിസ്ഡിക്ഷൻ വരുന്നുണ്ട്. അത് ഏത് കേസിനകത്താണ്? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റും ഏതെങ്കിലും ഒരു സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന്റെ ജൂറിസ്ഡിക്ഷൻ പോകുന്നത് സുപ്രീം കോടതിയിലേക്കാണ്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള വഴക്കിന്റെ കാര്യങ്ങളാണെങ്കിലും അതും സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് എന്താണ്
അതിന്റെ ഗ്യാരണ്ടി ചെയ്യുന്നത്, അതിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്, അതിന്റെ എൻഫോഴ്സ്മെന്റ് വരുന്നത് എവിടെയാണ്? ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒരുമിച്ചാണ് വരുന്നത്. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ നമുക്ക് സുപ്രീം കോർട്ടില് ആർട്ടിക്കിൾ 32 പ്രകാരം നമുക്ക് പോകാം. ആർട്ടിക്കിൾ 32 ഏതാണ്? സുപ്രീം കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 32. ഹൈക്കോർട്ട് ആണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ആർട്ടിക്കിൾസ് ഓർത്തിരിക്കാം. സുപ്രീം കോർട്ട് ആണെങ്കിൽ 32 പ്രകാരം, ഹൈക്കോർട്ട് ആണെങ്കിൽ 226 പ്രകാരം നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും രണ്ടിന്റെയും ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ വയലേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സുപ്രീം കോർട്ടിലേക്ക് തന്നെ പോകണം. രണ്ട് സ്റ്റേറ്റ്സ് തമ്മിലുള്ള വഴക്കാണെങ്കിലും, ഒരു സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റ് തമ്മിലുള്ള വഴക്കാണെങ്കിലും ഒക്കെ ഇതിലേക്കാണ് പോകുന്നത്, സുപ്രീം കോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിലും പോകാം, ഹൈക്കോർട്ടിലും പോകാം. സുപ്രീം കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 32, ഹൈക്കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 226. ഓർത്തിരിക്കുക, ചോദിച്ചിരിക്കുന്നതാണ്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. Which one of the following statements regarding the office of the speaker is correct? സ്പീക്കറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. If he intends to resign, the letter of his resignation is to be addressed to the deputy speaker. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റിസൈൻ ചെയ്യണമെങ്കിൽ, രാജിവെക്കണമെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ, രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് കൊടുക്കേണ്ടത്. അത് കറക്റ്റ് ആണ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും? ഇല്ല, ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഇൻ ഇന്ത്യ ഡസ് നോട്ട് ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഒരു പ്രസിഡന്റ് പറയുകയാണ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടാൻ പറ്റുമോ നമ്മുടെ ലോക്സഭയിലെ സ്പീക്കറിനെ? ഇല്ല. The speaker holds office during the pleasure of the house itself. House ആ സഭയാണ് തീരുമാനിക്കുന്നത്. അതാണ് they can be removed by a resolution passed by a majority of the Lok Sabha members at any time. അതായത് സഭയിൽ എന്താണ് ഒരു റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കാണ്. കണ്ടീഷൻ എന്താ? മജോറിറ്റി വേണം, പാസ്ഡ് ബൈ എ മജോറിറ്റി. അങ്ങനെയാണെങ്കിൽ അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് പിരിച്ചുവിടാനായിട്ട് സാധിക്കും. ഒരു മജോറിറ്റിയോട് കൂടി ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ സ്പീക്കറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രസിഡന്റിന്റെ ഒരു ഇത് അവിടെ വരുന്നില്ല. House based tenure. The speaker's position is dependent on the will of the Lok Sabha, not the president. അതായത് ആ ഹൗസ് അവിടെ എത്ര നാളുണ്ട്? 5 വർഷമാണ്. ആ വർഷത്തേക്ക് തന്നെയാണ് സ്പീക്കറിനെ. പക്ഷെ വേണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് മെജോറിറ്റി വോട്ട് കിട്ടുവാണെങ്കിൽ സ്പീക്കറിനെ അവിടെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. The speaker can be removed from office through a resolution passed by the Lok Sabha with a majority vote. അങ്ങനെ പോകാം. No presidential power to remove. The president does not have the power to directly remove the speaker. അവിടെ പ്രസിഡന്റിന് അവകാശമില്ല. അത് ഹൗസിന്റെ അവകാശമാണ്. ഒന്നെങ്കിൽ ഹൗസ് ഡിസോൾവ് ചെയ്തു പിരിച്ചുവിട്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പോകും, അല്ലെങ്കിൽ അവർക്ക് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായത്. പ്രസിഡന്റിന്റെ പ്ലഷർ അവിടെ വരുന്നില്ല. സ്പീക്കറിന്റെ ഇതിനകത്ത് പ്രസിഡന്റിന്റെ പ്ലഷർ അവിടെ വരുന്നില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. He need not be a member of the house at the time of his election. നമുക്കറിയാം സ്പീക്കറിനെ തിരഞ്ഞെടുക്കുകയാണ്. അവിടെ എല്ലാ മെമ്പേഴ്സും കൂടെ ചേർന്ന് സ്പീക്കറിനെ തിരഞ്ഞെടുക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം മെമ്പർ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിലെ മെമ്പർ ആവേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. But has to become a member of the house within 6 months from the date of his election. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞ 6 മാസത്തിനുള്ളില് മെമ്പർ ആയാൽ മതി എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, അതും അവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മെമ്പർ ആയിരിക്കണം. അദ്ദേഹത്തിനെ എലക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്താണ്? ആ ഹൗസിൽ ഒരു മെമ്പർ ആയിരിക്കണം. മെമ്പർ ആവാതിരിക്കാൻ പറ്റത്തില്ല. The speaker is elected generally in the first meeting of the Lok Sabha following general elections. അതായത് നമുക്കറിയാം ജനറൽ ഇലക്ഷൻസ് കഴിഞ്ഞിട്ടുള്ള ലോക്സഭയിലെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നമ്മുടെ സ്പീക്കറിനെ സാധാരണ സെലക്ട് ചെയ്യും. സേവിംഗ് ഫോർ എ ടൈം ഓഫ് 5 years. നമുക്കറിയാം 5 വർഷത്തേക്കാണ്. The speaker is chosen from sitting members of the Lok Sabha and is by convention a member of the ruling party or alliance. നമുക്കറിയാം ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു ഇത് ആയിരിക്കും. At the time of the election of the speaker, he necessarily should be a member of the Lok Sabha. ഉറപ്പായിട്ടും എന്താണ്? നെസസറിലി
ഉറപ്പായിട്ടും ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം. അറ്റ് ദ ടൈം ഓഫ് ദ എലക്ഷൻ ഓഫ് ദ സ്പീക്കർ ഹി നെസസറിലി ഷുഡ് ബി എ മെമ്പർ ഓഫ് ദ ലോക്സഭ. ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം. അപ്പൊ ആ കണ്ടീഷനും അവിടെ തെറ്റിപ്പോയി. മനസ്സിലായോ? അതുകൊണ്ടാണ് അതൊക്കെ അവിടെ തെറ്റായത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. He loses his office if the house is defaulted before the end of its normal tenure എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും അവിടെ തെറ്റാണ്. He loses his office if the house is dissolved before the end of its normal tenure. അതും അവിടെ എന്താണ്? ഇൻകറക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, he loses his office if the house is dissolved before the end of its normal tenure. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാ? നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തത്. പാർലമെന്ററി സിസ്റ്റം ഓഫ് ദ ഗവൺമെന്റ് UK ആണ്. എമർജൻസി പ്രൊവിഷൻസ് ജർമ്മൻ ഇതിലേക്ക് പോകും. ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടം എടുത്തത്. ഓക്കെ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The anti-defection law was enacted as early as 1979. എവിടെയാണ് ആദ്യമായിട്ട് ഇത് വന്നത്? 1979 ആന്റി-ഡിഫെക്ഷൻ ഇത് വന്നത്, എനാക്ട് ചെയ്തത് അത് ജമ്മു ആൻഡ് കാശ്മീർ ആട്ടോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓർത്തിരിക്കുക, കാരണം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 72B. Which one of the following is incorrect in respect of parliamentary control over budget? ബഡ്ജറ്റ്, അതിനകത്ത് പാർലമെന്ററി കൺട്രോൾ, പാർലമെന്റിന്റെ ഒരു നിയന്ത്രണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. പാർലമെന്റ് ഹാസ് ദ പവർ ടു ഇൻക്രീസ് എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്തുള്ള എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇൻകറക്റ്റ് ആണ്. അവർക്ക് അങ്ങനത്തെ ഒരു അവകാശമില്ല. പക്ഷെ ബാക്കി മൂന്നും അവിടെ കറക്റ്റ് ആണ്. പാർലമെന്ററി കൺട്രോൾ ഓവർ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് ഹാസ് നോ സേ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്. ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷനിൽ ഇത് വരുന്നില്ല പാർലമെന്റിന്. പാർലമെന്റ് ഹാസ് നോ പവർ ടു ഇമ്പോസ് എ ടാക്സ് വിത്തൗട്ട് ദ പ്രസിഡന്റ്സ് റെക്കമെൻഡേഷൻ. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അവർക്കൊരു ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള പവർ ഇല്ല. പാർലമെന്റ് ഹാസ് നോ പവർ ടു ഇൻക്രീസ് എ ടാക്സ് വിത്തൗട്ട് ദ പ്രസിഡന്റ്സ് റെക്കമെൻഡേഷൻ. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അവർക്കൊരു ടാക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള പവറും അവിടെ ഇല്ല. അപ്പൊ പവർ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതവിടെ തെറ്റാണ്. ബാക്കി മൂന്നും അവിടെ ശരിയാണ്. ഓർത്തിരിക്കുക, കാരണം ബഡ്ജറ്റ് ഒക്കെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ അഡൽട്ട് ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിലാണോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് മെമ്പേഴ്സ് പോയത്? അല്ല. ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നും പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നുമാണ് ആൾക്കാർ പോയത്. ഇറ്റ് റിസൾട്ടഡ് ഫ്രം ഡയറക്റ്റ് എലക്ഷൻസ്. ഇറ്റ് വാസ് എ മൾട്ടി പാർട്ടി ബോഡി. ശരിയല്ലേ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരുപാട് പാർട്ടികൾ ഉണ്ടായിരുന്നു. ഇറ്റ് വർക്ക്ഡ് ത്രൂ സെവറൽ കമ്മിറ്റീസ്. ഒരുപാട് കമ്മിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. കമ്മിറ്റീസും സബ് കമ്മിറ്റീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മള് 1993 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. ഉറപ്പായിട്ടും എന്താണ്, നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കുക. പല ക്വസ്റ്റ്യൻസും ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.